എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു 7 വയസ്സ് കാണും. അപ്പോൾ സേതു സാർ എന്നെ ഇവിടെ തിരുവനന്തപുരത്തും ഇവിടെ വർക്കലയിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളിയായിട്ട് മാറാൻ തുടങ്ങിയ സമയമാണ് 7 വയസ്സ്. പിന്നെ അതിന് ഒരു 8-9 വർഷം കഴിഞ്ഞ് വീണ്ടും തിരുവനന്തപുരത്ത് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ ഒരു സ്മോൾ ടെക്നീഷ്യനായിട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ. ഇപ്പോൾ ജോജു പറയുന്നത് എനിക്കും മനസ്സിലാവുന്നത്. എന്നെയും അങ്ങനെയൊക്കെ പറഞ്ഞയച്ചിട്ട് തിരിച്ചു വന്നു, അത്രയേ ഉള്ളൂ. അത് ജീജവും വിട്ടുപോയില്ല, ഞാനും വിട്ടുപോയില്ല. അങ്ങനെ വിടാതെ പ്രയത്നിക്കുന്നവർ എത്തും ഇവിടെ. ഇപ്പോ ഐ കം വിത്ത് തഗ് ലൈഫ്. ഇന്ന് രാവിലെ CM പറഞ്ഞു, കമലഹാസനെ എപ്പോഴും ഇവിടെ വീടുണ്ട്. അതിനേക്കാളും എന്താ വേണ്ടത്? കളക്ഷൻ താങ്കൾ നോക്കിക്കോളും. ഇത് കിട്ടാൻ വഴിയില്ല, അത് വലിയ കാര്യമാണ്. എനിക്കും ജോജോ പോലെ കരയണം തോന്നി, പക്ഷെ ഒരുപാട് കറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ഇപ്പോഴും ഉപദ്രവിക്കാറുണ്ട്, പക്ഷെ ചിരിയല്ലാതെ വേറെ എന്താ പറയാ. എന്നെ മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളോട് എനിക്കുള്ള സ്നേഹം മനസ്സിലാവും. ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ എന്നും ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടം വളരെ കഷ്ടമാണ്. ഓരോ പ്രാവശ്യവും എന്തെങ്കിലും പുതിയതായിട്ട് ചിന്തിക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ 1 കോടി പേരുണ്ട്. അവരെല്ലാം 4 സ്റ്റേറ്റിൽ ചെതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് നന്നായി. എല്ലാവരും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നാൽ ഞാൻ അവിടെ റിട്ടയർഡ് അബൌട്ട് 30 years ബാക്ക്. അത് നടക്കാതെ സൂക്ഷിച്ചത്, സംരക്ഷിച്ചത് ഇതുപോലുള്ള ഓഡിയൻസാണ്. പൈസയുടെ കാര്യം വേറെ, അതുണ്ടാക്കാം. ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് കിട്ടില്ല. അത് എപ്പോഴും എനിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഈ 4 states ഓഫ് ദ സൗത്ത്. വല്ലപ്പോഴും അവിടെ നോർത്തിൽ പോയി കളിച്ചിട്ടുണ്ട്. ബട്ട് ഹിയർ ഇസ് മൈ ഹോം, ബിയോണ്ട് ദ വിന്ധ്യാസ്. ലൈക്ക് റാം, ദേ സെൻഡ് മീ ബാക്ക് ഹിയർ. വിൽ ഗോ ബാക്ക് ദർ. ഇത് നമ്മുടെ ദേശമാണ്. ഇതും എൻ്റെ നാടാണ്, അത് എൻ്റെയും കേരളമാണ്. You have forgiven all my small or big errors and always taken me back. I'm ever grateful. അതിനെ നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. This is what we give for you. Because you have supported good cinema. The whole nation knows that Kerala supports good cinema. ബംഗാളി സിനിമയുടെ കയ്യിൽ നിന്ന് ആ റൗണ്ട് ട്രോഫി പറിച്ചെടുത്തത് കേരളമാണ്. അതൊരു റോളിംഗ് ട്രോഫിയാണ്. തമിഴ്നാട് ഇസ് ഓൾസോ ലുക്കിംഗ് അറ്റ് ദാറ്റ് ട്രോഫി. വേഗം കിട്ടട്ടെ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് മൈ, ഐ ഡോണ്ട് പ്രേ, ഐ വിഷ്. ആൻഡ് ഐ വിഷ് that this parochial borders can be made to disappear with art. The art that we saw on stage today and the art that you're going to see on your screens
June 5th, all that. Please support good cinema. I don't have to tell you that. At least teach people. You are already doing that. Do more of your teaching. So that it's not only we that have to learn to love and appreciate cinema. It's very important that you love and appreciate the same kind of cinema that we appreciate. When that happens, we are the largest filmmaking country in the world. And all that number should turn to quality. That's Kerala. In today's day, you have many leaders in cinema. And you even have political leaders who I admire. When I wanted to get into politics, I came here. They asked me, why did you come here? I said, Padikkan. Padichu. അതുകൊണ്ടാണ് ആ തമിഴിൽ പറഞ്ഞ അന്ത കളത്തിൽ നാം ഇന്നും നിന്നുകൊണ്ടിരിக்கிறேன். அந்த பாடம் எனக்கு தமிழகத்தில் மட்டுமல்ல கேரளத்திலும் ஆந்திரத்திலும் கிடைக்கும். என்னை தோளில் தூக்கி பிடித்து அந்த ஒரு சின்ன பையன் பாட்டு பாடிட்டு அந்த அந்த வயசுல இருந்து என்ன தோல்ல இருந்து இறக்கவே இல்லை. நீங்க வெயிட் கூடிருக்கீங்க, வேண்டாம் சுமக்காதீங்கன்னா இன்னும் 4 பேர் வரும், நீங்க அங்கே இருங்கன்னு என்ன தூக்கி வச்சிருக்கீங்க. அது எனக்கு தெரியுது. நான் கொஞ்சம் இறங்கி அடுத்த நடிகை ஏதாவது வருவான், நாம எல்லாரும் சேர்ந்து அவனை தூக்குவோம். நானே மேல உட்காந்துருக்க கூடாதுன்னு நினைக்கிறவன் தான். ஏன்னா ஜெயகாந்தன் சொல்லியிருக்காரு, எவரெஸ்ட் மலை ஏறிட்டா அது உச்சியை பிடிச்சிட்டு தொங்கக்கூடாது, இறங்கிடணும். அது ஒரு சாதனை. ஓகே, அடுத்த இடம் இவ்வளவுதான் இருக்கும் பீக்குன்னு சொல்ற இடத்துல. அதுல அடுத்து வர 100 பேருக்கு இடம் கிடையாது. இறங்கி நான் இறங்க தயார். ஆனால் ஒரு 10 பேரை அங்க கொண்டு நிறுத்தாம நான் இறங்க மாட்டேன். எனக்கு அடுத்து வர தலைமுறையில் என்னை விட சிறந்த 4 நடிகர்களையாவது உங்களுக்கு அடையாளம் காட்டிவிட்டுத்தான் நான் செல்வேன். இது என்னை அடையாளம் கொண்ட 4 வயசுல இருந்து 18 வயசு வரலும் என்னை அடையாளம் காட்டிக்கொண்டே இருந்த என் குருமார்களுக்கு நாம் தரும் குரு தட்சணை. அதுக்கெல்லாம் காசு கொடுத்து டியூஷன் வேணும். இது என்ன இன்ஜினியரிங் காலேஜா? இது கலை. இதை மதிக்கிறவனுக்கு காசு வந்து குவியும், மதிக்காதவனுக்கும் குவியும். ஆனால் அதை விட பெரிய சேஃப்டி ஒரு ஆஸ்பத்திரி. நான் துவண்டால் என்னை தூக்கி பிடிக்க நர்சஸ் இங்க நிறைய பேர் இருக்காங்க. எப்பவுமே கேரளாவில் நர்சஸ் ஜாஸ்தி. கேரளான்னு எடுத்துதான் நர்ஸே எடுப்பாங்க மற்ற ஆஸ்பத்திரிக்கு. எனக்கும் அந்த மாதிரி என் கலைக்கும் நர்சிங் ஸ்டார்டட் ஹியர். I am ever grateful. I don't talk because ഇവിടെ ട്രിവാൻഡ്രത്തിലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാണെന്നുള്ളത് ഇല്ല. I have always spoken in Hyderabad, Bombay, തമിഴ്നാട്, എല്ലാ സ്ഥലത്തും ഈ നന്ദി അവിടെ പറഞ്ഞിട്ടുണ്ട്. I will never forget Balachander and I will never forget Seru sir. They were all treating me like they are equals. അത് കിട്ടുമോ? ആർക്ക് കിട്ടും? എനിക്ക് കിട്ടി. അത് മാത്രമാണ് എൻ്റെ ഗർവം. അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് ശാശ്വതമില്ല. ഈ അപ്ലാസ് ഞങ്ങൾക്ക് കേൾക്കാം. അത് എനിക്ക് മാത്രം വിധിച്ചതല്ല, മറ്റുള്ളവർക്കും അത് കിട്ടും. അപ്പോൾ അസൂയയില്ലാതെ ആ അപ്ലാസിൽ ഞാൻ കലക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. It is not a PR job. I am truly a film buff. So is this man, Mani Ratnam. We met as friends, and now they are calling us big names, but we know the boys inside. Yes, grey and male pattern alopecia doesn't make us into wise men.
we are still cinema buffs. And we will still continue to be so and continue to gather crowds who love the kind of cinema that I love, he loves, we love. This is one such cinema. ഇതുവരെ കഥ പറയാം. Anything else will be a spoiler. ഇത് കോൺഫിഡൻസ് കൊണ്ട് പറയുന്നില്ല. Because எங்களுடைய உழைப்பை நம்பி சொல்லுகிறோம். இதை அது தன்னம்பிக்கை கூட இல்லை, உழைப்பு வீண் போகாது என்கிற நம்பிக்கையை இங்கே அருவாளர் சுத்தியிலும் போலோச்சி கொண்டிருக்கும் இந்த உழைப்பு இருக்கு, இந்த லேபர் உங்களுக்கு புரியும். லேபரை மதிக்கிற ஊருக்கு please respect our labor also. Thank you. STR ഇവിടെ വരാം. Next time എന്നോട് ചോദിച്ചു, will you and STR do another film yesterday in Karnataka? I said, yeah, I would love to, but after this film called Sheet Kittannu Kandavari, he'll become a very big star. And I want him to, because I know his father, and we both want him. And his father is my brother, so he's like a son to me. And that's what you'll see. You'll see a lot of love, a lot of hate, and a lot of understanding, even if it comes a little late. You'll see a lot of human beings and none at all. You'll see no stars.